ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു നോമ്പ് കാലം ആഗതമായിരിക്കുന്നു. തിരിഞ്ഞുനോട്ടത്തിന്റെയും തിരിച്ചറിവുകളുടെയും തിരുത്തലിന്റെയും സമയമാണ് ഇത്. കുറവുകൾ തിരുത്തി നിറവുകളിലേക്ക് വളരുവാൻ ഈ ദിനങ്ങൾ നമ്മെ ഒരുക്കുന്നു. ആത്മപരിശോധനയിലൂടെയും ദൈവിക സംസർഗത്തിലൂടെയും സാധ്യമാകുന്ന സ്വയശുദ്ധീകരണത്തിനും പുതുക്കത്തിനും ജീവിതത്തിന് പുതിയ ദർശനം കണ്ടെത്തുന്നതിനും നോമ്പിന്റെ ദിനങ്ങളിലൂടെ സാധ്യമാകുന്ന ദൈവവചന പഠനവും ധ്യാനവും പ്രാർത്ഥനയും ആരാധനാ ജീവിതവും നമ്മെ ഒരുക്കണം. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നതായിട്ടുള്ള വേദഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് ഓരോ വ്യക്തിയും തങ്ങളുടെ വിശ്വാസ ജീവിതം സ്ഥിരതയോടെ നയിക്കണം എന്നതാണ്. വിശ്വാസ ജീവിതത്തെ ഒരു ഓട്ടക്കളത്തിൽ ഓടുന്നതിനോട് പല വേദഭാഗങ്ങൾ താരതമ്യപ്പെടുത്തുന്നതായി നാം കാണുന്നു. വിശുദ്ധ പൗലോസ് തന്നെ ഞാൻ പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനായി ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു എന്നും ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു എന്നും തന്റെ ലേഖനങ്ങളിൽ പറയുന്നതായി നമുക്ക് കാണാം. ഇന്നത്തെ വേദഭാഗത്തു നിന്നും സ്ഥിരതയോടെയുള്ള വിശ്വാസ ജീവിതം എപ്രകാരം ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ചില ചിന്തകൾ പങ്കിടട്ടെ. ഒന്നാമതായി ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസ ജീവിതം ഒരു സംഘയാത്രയാണ് എന്നതത്രേ. ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്: ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എന്നത്രേ ഈ വേദവാക്യം ആരംഭിക്കുന്നത്. വിശ്വാസ ജീവിതം ഒരിക്കലും തനിയെ ഉള്ള ഒരു ജീവിത അനുഭവമല്ല, മറിച്ച് കൂട്ടായ്മയിലൂടെയും അന്യോന്യമുള്ള ജീവിതാനുഭവങ്ങൾ പങ്കിടുന്നതിലൂടെയും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെയും ആരാധനകൾ സംബന്ധിക്കുന്നതിലൂടെയും സഫലമാകുന്ന ഒരു ജീവിതാനുഭവമാണ് വിശ്വാസ ജീവിതം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകുന്നതായിട്ടുള്ള ഇന്നിന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നും അന്യോന്യമുള്ള ബന്ധങ്ങൾ അല്പം കൂടെ ദൈവഹിതത്തിനനുസരണമായി ഫലകരമായ വിധത്തിൽ ജീവിതാനുഭവങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഈ നോമ്പുകാലം നമ്മോട് ആവശ്യപ്പെടുന്നു. രണ്ടാമതായി, വിശ്വാസ ജീവിതം പാപവും ഭാരവും ഉപേക്ഷിച്ചുള്ള ഒരു യാത്രയാണ് എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വാക്യങ്ങളിൽ നാം ഇങ്ങനെ തുടർന്ന് വായിക്കുന്നു: ആകയാൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിങ്ങൾക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടുക. നാം ജീവിക്കുന്നതായ ജീവിത പരിസരങ്ങൾ പലപ്പോഴും പാപപങ്കിലവും വിശ്വാസ ജീവിതത്തെ ഹനിക്കുന്നതായിട്ടുള്ള അനേക അനുഭവങ്ങളാൽ നിറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെയും നമ്മളുടെ ജീവിതമാകുന്ന ദൈവദാനമാകുന്ന ഈ അനുഭവത്തെ ദൈവഹിതത്തിനനുസരണമായി പാപത്തിൽ നിന്നും അപ്രകാരം തന്നെ ദൈവം ദാനമായി നൽകിയിരിക്കുന്നതായിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളും ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളും വിശ്വാസ ജീവിതത്തിന് ഹാനികരമായി തീരാവുന്ന അനുഭവങ്ങളെ വിട്ടും ഈ ജീവിതം സ്ഥിരതയോടുകൂടെ നയിക്കുവാൻ നമുക്ക് ഇടയായി തീരണം. മൂന്നാമതായി, വിശ്വാസ ജീവിതം യേശു കർത്താവിൽ ആശ്രയിച്ചും കർത്താവിനെ മുൻപിൽ കണ്ടും കർത്താവ് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ലക്ഷ്യപ്രാപ്തിയിലേക്കും ഉള്ള യാത്രയാണ്.
ഈ വാക്യങ്ങളുടെ തുടർച്ചയായി നാം കാണുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്നതാണ്. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ പല ഇടങ്ങളിലേക്ക് നമ്മളുടെ ദൃഷ്ടി പതിയുവാനുള്ള സാധ്യതയുണ്ട്. അതിൽ പലതും നമ്മളുടെ വിശ്വാസ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ നിന്നും നമ്മെ അകറ്റുന്നവയാണ്. ലോകത്തിന്റെ ഇമ്പങ്ങൾ, ലോകത്തിന്റെ മോഹങ്ങൾ, ലോകത്തിന്റെ സന്തോഷങ്ങൾ, ഇവയെല്ലാം നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി തീരുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നുവെന്നുള്ളത് പലപ്പോഴും നാം മറന്നുപോകുന്നു. എന്നാൽ നമ്മളുടെ ജീവിതം യേശുക്രിസ്തുവിന്റെ ഹിതപ്രകാരം കർത്താവാകുന്ന ആ വലിയ അനുഭവത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ജീവിതത്തിന്റെ മറ്റ് എല്ലാറ്റിനേക്കാളും ഉപരിയായി ദൈവത്തിന്, ദൈവവചനത്തിന്, ദൈവിക സംസർഗത്തിന് പ്രാധാന്യം നൽകി നാം നയിക്കുമ്പോൾ വിശ്വാസ ജീവിതം ഏറ്റവും ഫലകരവും അനുഗ്രഹരവും ആയിത്തീരും. ഈ നോമ്പുകാലം അതിന് നമ്മെ ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ലഘു ധ്യാനം പൂർണ്ണമാക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.